അടുത്തൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. മെഗ്നീഷ്യം 12. ഓക്കെ, മെഗ്നീഷ്യം 12 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2. ഓക്കെ, ആൻഡ് ആർഗൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതി നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6. എത്ര ആയിട്ടുണ്ട് ടോട്ടല്? 10, 18 ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത്. അടുത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്കാൻഡിയം അറ്റോമിക് നമ്പർ വരുന്നത് 21 ആണ്. ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2, 2s2, 2p6, 3s2, 3p6 കഴിഞ്ഞിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് സാധാരണ നമ്മൾ 4s2 ആൻഡ് 3d1 ആണ്. പക്ഷെ നമ്മൾ ഒരു അറേഞ്ച്മെന്റ് പഠിച്ചപ്പോൾ പഠിച്ചതാണ് 3dക്ക് 4sനേക്കാളും എനർജി കൂടുതലാണ്. ഇങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നതെങ്കിലും അത് എഴുതേണ്ടത് ഫില്ല് ചെയ്ത് വരുമ്പോൾ ഈ രീതിക്കാണെങ്കിലും എനർജി കൂടുതൽ കമ്പയർഡ് ടു 4sനാണ്. അപ്പൊ ഫില്ലിങ് ഇങ്ങനെ വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എഴുതുമ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രീതിക്കല്ല എഴുതേണ്ടത്. 1s2, 2s2, 2p6, 3s2, 3p6, 3d1, 4s2 എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം. അടുത്തത് നമ്മുടെ ക്രോമിയം അല്ല, അതിന് മുമ്പായിട്ട് നമുക്കിപ്പോൾ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ ഞാൻ ഇവിടെ എഴുതാണ്. സോഡിയം അറ്റോമിക് നമ്പർ ഇസ് 11. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2, 2s2, 2p6, 3s1 അല്ലെ? അതിന് മുമ്പ് നിയോൺ എന്ന് പറയുമ്പോൾ നോബൽ ഗ്യാസസിൽ വരുന്നതാണ്. അതിന്റെ അറ്റോമിക് നമ്പർ 10 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 10 ആയി. അപ്പൊ നമ്മള് ഈ ഒരു സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ഇങ്ങനെ എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത് നിയോൺ കൊടുത്തിട്ട് ബാക്കി 3s1 കൊടുത്താൽ ഇതുവരെ 10 ഇലക്ട്രോൺസ് നമ്മൾ അറേഞ്ച് ചെയ്തതിന് തുല്യമായിരിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഒരു കേസിൽ അങ്ങനെ എഴുതാവുന്നതാണ്. നമ്മള് സ്കാൻഡിയത്തിന്റെ കണ്ടു. സ്കാൻഡിയം 18 വരെ ഏതാ വരിക? 10, 18 വരെ നമുക്ക് ഏത് കൊടുക്കാം? ഏതാണ് 18 വരുന്ന നോബൽ ഗ്യാസ് വരുന്നത്? ആർഗൺ ആണ്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ കൊടുത്താല് ഇത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. 1s2, 2s2, 2p6, 3s2, 3p6 എന്നുള്ളത് നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത അത്രയും ഈക്വൽ നമ്പർ വരുന്ന ഏത് നോബൽ ഗ്യാസ് ആണോ അത് അവിടെ കൊടുത്താൽ മതിയാവും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ക്രോമിയം ആൻഡ് കോപ്പറിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ. ക്രോമിയം അറ്റോമിക് നമ്പർ വരുന്നത് 24. നമുക്ക് ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണാൻ പറ്റും. 24 ആവുമ്പോൾ ക്രോമിയം അറ്റോമിക് നമ്പർ 24. അപ്പൊ ഇങ്ങനെ വരും 1s2, 2s2, 2p6, 3s2, 3p6 കഴിഞ്ഞിട്ട് നമ്മള് 4s കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അല്ലെ 4s2 ബാക്കി വരുന്ന 3d4 ആണ് നമ്മളിവിടെ ഇപ്പൊ സാധാരണ എന്റെ ഫില്ലിംഗ് വരുന്നത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് ഈ 1 ഓർബിറ്റല് ഇങ്ങോട്ട് പോകും. അപ്പൊ അത് ഹാഫ് ഫിൽഡ് ആയിട്ട് മാറും. അതായത് ഡിയില് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് 10 ആണ്. അപ്പൊ 5 ആകുമ്പോൾ അതിന്റെ ഹാഫ് ഫിൽഡ് ആയിട്ട് കംപ്ലീറ്റ് വരും. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചേഞ്ച് ആയിട്ട് 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d5 എന്ന് മാറുകയും ചെയ്യും. അത് ഹാഫ് ഫിൽഡ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ കോപ്പറിന്റെ കേസിൽ. ഓക്കെ, കോപ്പറിന്റെ കേസിൽ 29 ആണ്. കോപ്പർ 29 കോൺഫിഗറേഷൻ വരുന്നത് 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d9 ആണ് വരിക. ഓക്കെ, ആൻഡ് ഈ 1 ഇങ്ങോട്ട് ചാടിയിട്ട് അതെങ്ങനെ വരും? 1s2, 2s2, 2p6, 3s2, 3p6, 4s1 ആൻഡ് 3d10. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുകയും ചെയ്യും. ഈ ഒരു പ്രത്യേകത ഈ 2 എലമെന്റ്സും കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റെബിലിറ്റി ഫിൽ ആവാനായിട്ടാണ്. കംപ്ലീറ്റ്ലി ആൻഡ് ഹാഫ് ഫിൽഡ് ഇലക്ട്രോൺസ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും കമ്പയർഡ് ടു നമ്മൾ സാധാരണ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് സ്റ്റേബിൾ ആയിട്ട് വരിക. അപ്പൊ അങ്ങനെ ഒരു ഇലക്ട്രോൺ ട്രാൻസിഷൻ ഈ 2 കേസിലും നടക്കും.